പോക്സോ നിയമത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ എഗെയിൻസ്റ്റ് സെക്ഷൽ ഒഫൻസസ് എന്നുള്ളതാണ് പോക്സോ എന്നതിൻ്റെ പൂർണ്ണ രൂപം. 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പോക്സോ നിയമത്തിൻ്റെ ഉദ്ദേശം. 2012 നവംബർ 14 പോക്സോ നിയമം നിലവിൽ വരുന്നത്. ഇത് പ്രകാരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തിയും തീവ്രതയും അനുസരിച്ച് വധശിക്ഷ വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. 2012 പോക്സോ നിയമം നിലവിൽ വന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 2012 തന്നെ കേരളത്തിൽ 77 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം എല്ലാ വർഷവും 15,000-ലധികം കുട്ടികളാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നത്. ലൈംഗിക അതിക്രമം മാത്രമല്ല, അശ്ലീല വീഡിയോ നിർമ്മാണം, അവർക്ക് അപമാനമുണ്ടാകുന്ന തരത്തിൽ അവരോട് പെരുമാറുന്നത് എല്ലാം ഈ വകുപ്പിൽ ഉൾപ്പെടും. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നേരെയുള്ള ലൈംഗിക അതിക്രമത്തെ തടയുക എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 2012 മുൻപ് വരെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ മുതിർന്നവർ എന്നോ കുട്ടികളെന്നോ വേർതിരിവ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ആൺകുട്ടികൾക്ക് ഇതിന് പ്രത്യേക പരിരക്ഷ ലഭിച്ചിരുന്നുമില്ല. ലൈംഗിക അതിക്രമം മാത്രമല്ല, കുട്ടികൾക്ക് അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളും അക്രമവും കുറ്റകരമായി കാണുന്നു. കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടെടുക്കുന്നതും പോക്സോ പ്രകാരം കുറ്റകരമാണ്. ഇത് പ്രകാരം ഇരയായിട്ടുള്ള കുട്ടി മൊഴി മാറ്റി പറഞ്ഞാലും ആദ്യത്തെ മൊഴിയായിരിക്കും പരിഗണിക്കുക. പോക്സോ നിയമപ്രകാരം കുറ്റം ചുമത്തപ്പെട്ടാൽ ഒത്തുതീർപ്പ് വഴി കേസ് ഒതുക്കി തീർക്കാനുള്ള എല്ലാ സാധ്യതകളും അടയും. മറ്റ് കേസുകളിൽ നിന്നും വ്യത്യസ്തമായി ഇരയെ സംബന്ധിക്കുന്ന യാതൊരു വിവരങ്ങളും പുറത്തുവിടുവാൻ പാടുള്ളതല്ല ഈ നിയമപ്രകാരം. അത് മാധ്യമങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നു. കുട്ടികളെ ലൈംഗിക ചുവയോടുകൂടി സ്പർശിക്കുന്നത് 3 മുതൽ 5 വരെ വർഷം തടവ് ലഭിക്കാനുള്ള കുറ്റകൃത്യമായി കണക്കാക്കും. ഈ കുറ്റം അധ്യാപകർ, മത അധ്യാപകർ, ഹോസ്പിറ്റൽ ജീവനക്കാർ, പോലീസുകാർ തുടങ്ങിയവർ ചെയ്താൽ 8 വർഷം വരെയാണ് അവർക്ക് തടവ് ശിക്ഷ ലഭിക്കുക. പോക്സോ പ്രകാരം ഒരു കുട്ടി പീഡനത്തിന് ഇരയായാൽ ആ കുട്ടിക്ക് പരാതി ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് പരാതി ഇല്ലെങ്കിൽ പോലും, മൂന്നാമതൊരാളുടെ പരാതിയിന്മേൽ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാവുന്നതാണ്. മാത്രമല്ല, രക്ഷിതാക്കൾ പരാതിപ്പെടാത്തതിനാൽ അവരെയും ഈ കേസിൽ പ്രതി ചേർക്കാൻ സാധിക്കും. സ്കൂളുകളിലോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഇത്തരമൊരു അതിക്രമം നടന്നിട്ട് അധ്യാപകർ പ്രതികരിക്കാതെ ഇരുന്നാലും അവർക്കും സമാന രീതിയിലുള്ള ശിക്ഷ ലഭിക്കും. പോക്സോ സംബന്ധമായിട്ടുള്ള ഈ അറിവുകൾ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. പോക്സോ സംബന്ധമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ തികച്ചും ബോധവാന്മാരായിരിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.